മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വലിയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് കേരളത്തിന് പ്രതീക്ഷയായി സീപ്ലെയിൻ എത്തുന്നത്. സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് UDF ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സീപ്ലെയിൻ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി LDF അന്ന് എതിർത്തു. അതുകൊണ്ടാണ് പദ്ധതി വൈകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വാദത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകും. അന്ന് ഈ കായലിലേക്ക് വരുന്നു, മത്സ്യബന്ധനങ്ങൾക്ക് പ്രശ്നം വരും, മത്സ്യത്തൊഴിലാളികളിൽ അമർഷം വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ സീപ്ലെയിൻ താഴാൻ പറ്റിയില്ല. ഈ പദ്ധതി ഡാമുകളാണ് പരമാവധി കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഇന്നലെ മാട്ടുപ്പെട്ടി ഡാമിൽ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചത്. രണ്ടാണ്. അന്നത്തെ പദ്ധതി തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ, ജനാധിപത്യ വിരുദ്ധ സീപ്ലെയിൻ ആണെങ്കിൽ ഇന്നത്തെ സീപ്ലെയിൻ ജനകീയ സീപ്ലെയിൻ, ജനാധിപത്യ സീപ്ലെയിനാണ്. പരമാവധി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന നിലയിലേക്ക് ഇതിനെ മാറ്റും. അതിൻ്റെ ചർച്ചകൾ വരുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. പക്ഷേ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യത കണ്ടുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രി ആകെ കോർത്തിണക്കി എങ്ങനെ ജനകീയമായി നടത്താമെന്നുള്ളതാണ് പ്രശ്നം. ഡാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സീപ്ലെയിൻ ഉപയോഗിക്കുന്നതിന് ആരും എതിരാവില്ല. അപ്പോൾ അത് നമുക്കെല്ലാവരും യോജിപ്പിച്ച് നടത്താം. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞ നേതാക്കന്മാർ കണ്ണാടി നോക്കി പറ്റിയ അബദ്ധം സ്വയം മനസ്സിലാക്കി സ്വയം മാപ്പ് പറയാൻ തയ്യാറാണ്. ഈ സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറയുന്നത് കായലിലേക്ക് കടക്കുകയാണെങ്കിൽ ശക്തമായ എതിർപ്പ് ഉയർത്തും. അങ്ങനെ ആശയക്കുഴപ്പമുണ്ടോ? മത്സ്യത്തൊഴിലാളി ആ കാര്യത്തിൽ LDF തന്നെ ആശയക്കുഴപ്പമുണ്ടോ? അല്ല, അവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. തൊഴിലാളി സംഘടനകൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കായലിലേക്ക് ഒരു ചർച്ചയും നടത്താതെ UDF ചെയ്തതുപോലെ അടിച്ചേൽപ്പിച്ചൊരു നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടേ LDFിനില്ല. കായലിൽ എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത് ബന്ധപ്പെട്ട എല്ലാ തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടേ അതിൽ സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഡാമിലാണ്. ഡാമിൽ ഫോക്കസ് ചെയ്യുന്നതിന് ഒരു ട്രേഡ് യൂണിയനും എതിരല്ല. ഞാനിപ്പോൾ ആലപ്പുഴ MLA ശ്രീ ചിത്തരഞ്ജൻ അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം സംസാരിച്ചിരുന്നു ഇന്നലെ. ഡാമിൽ വരുന്നതിന് ആരും എതിരല്ല. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ അവർ പ്രദാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അതൊരു തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. അവരിൽ ഒരു ആശങ്കയും വേണ്ടതില്ല. കായലിൽ വരുന്നതിനെക്കുറിച്ച് എങ്ങനെ എന്ത് എന്നുള്ള അവരോടൊക്കെ ചർച്ച ചെയ്തേ തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ ഡാമിലാണ്, ഡാം കേന്ദ്രീകരിച്ചാണ്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൃത്യമായ ചർച്ച, ഡാമും എയർപോർട്ടും അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൃത്യമായ ചർച്ച നടത്താത്തതാണ് പദ്ധതി വൈകാൻ. അത് മാത്രമല്ല, പല പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ അതൊന്നും പറയുന്നില്ല. പല ഇഷ്യൂസ് ഉണ്ട്. അതിനിപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ അത് പറയുന്നില്ല. എന്തായാലും ഇത് കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രിക്ക് വളരെ ഗുണകരമാണ് എന്ന് മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ആശ്വാസ പ്രവർത്തനത്തിന് ഏറെ ഗുണകരമായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചേലക്കരയിൽ ഒപ്പം വയനാട്ടിൽ അവിടെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചു. പോളിംഗ് ബൂത്തിലേക്ക് നാളെ വോട്ടർമാരെത്തുകയാണ്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ സമയം എങ്ങനെയുണ്ട് ചേലക്കരയിലും വയനാട്ടിലും? ഞാൻ ചേലക്കരയായിരുന്നു കേന്ദ്രീകരിച്ച്. അവിടെ സംഘടനാ ചുമതല ചേലക്കരയായിരുന്നു. ചേലക്കര വളരെ അനുകൂലമാണ്. നല്ല ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി സഖാവ് UR പ്രദീപ് വിജയിക്കും. ഞാൻ ഇന്നലെയാണ് പാലക്കാട്ട് എത്തിയത്. ഇവിടെ പലരോടും അന്വേഷിച്ചപ്പോൾ വളരെ പോസിറ്റീവാണ് സ്ഥിതി. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, റോഷി ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, വട്ടിയൂർക്കാവിൻ്റെ വേർഷൻ 2 ആയിരിക്കും പാലക്കാട് നിന്ന്. അതുപോലെയാണ് സ്ഥിതി. കാരണം ഇവിടെ മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് എതിർപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. BJPയോടും മറ്റു മതവർഗീയ പ്രസ്ഥാനങ്ങളും. അവർ BJPക്കെതിരെ മിണ്ടുന്നവരല്ല UDF MLAമാർ. കേരളത്തിന് ഫണ്ട് നൽകാതിരുന്ന പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് MLAമാർ കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടിയില്ല. ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് ഇതുവരെ കാലണ തന്നില്ല. കോൺഗ്രസ് MLAമാർ മിണ്ടിയില്ല. ഇപ്പോൾ കുഴൽപ്പണം പിടിച്ചു. ചില വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നു. ED 3 കൊല്ലം അനങ്ങാത്തതിനെ കുറിച്ചല്ല പ്രശ്നം. അതും പിണറായി വിജയനാണ് കുഴപ്പക്കാരെന്നുള്ള വിചിത്രവാദമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ BJP വിരുദ്ധ മനസ്സുള്ളവർക്ക് കോൺഗ്രസ് MLA ഉണ്ടാകുന്നത് BJP MLA ഉണ്ടാകുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവിടെ വേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന, BJP രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കുന്ന, അന്ധമായ ഇടതുപക്ഷ വിരോധം വെച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന MLA അല്ല. അവിടെ വേണ്ടത് ഇടതുപക്ഷ MLA ആണ് എന്ന് BJP വിരുദ്ധ മനസ്സുള്ളവർ ഒരുപോലെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. BJPക്ക് ഒരു MLA ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസ്സിന് ഒരു MLA കൊടുത്താൽ അവിടെ BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്നില്ല അവർ എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് MLA ഉണ്ടാകും. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ പേപ്പർ കണ്ടപ്പോൾ 2 ട്രാക്ടറാണ് പോകുന്നത്. അതിൽ സർക്കാരിൻ്റെ നിലപാട് മന്ത്രി അനിൽ വ്യക്തമാക്കി കഴിഞ്ഞു. 1411 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകാനുള്ളത്. യഥാർത്ഥത്തിൽ ആ ട്രാക്ടർ ഓടിക്കേണ്ടത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിയുടെ മന്ദിരത്തിലേക്കാണ് ആ ട്രാക്ടർ പോകേണ്ടത്. അതിന് പകരം ഇവിടെയാണ് UDFും BJPയും ഒരുമിച്ച് ട്രാക്ടർ ഓടിക്കും. ശരിക്കും ഒരു ട്രാക്ടർ മതി
രണ്ടുപേരും ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്നാണ്, രണ്ട് കൂട്ടർക്ക് ഒരു ട്രാക്ടറിൽ ഇരുന്നാൽ മതിയായിരുന്നു, ഇന്ധനവും ലാഭമാണ്. അപ്പോൾ ഇതാണ് ഇത് വസ്തുത. ഈ അൺഹോളി നെക്സസ് എന്നല്ല, ഇത് എല്ലാ കാലത്തും കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സെറിന്മാർ സൃഷ്ടിക്കപ്പെടുന്നത്. മതനിരപേക്ഷ മനസ്സുള്ളവർക്കിനി കോൺഗ്രസിൽ നിൽക്കാനാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ പാലക്കാട് എത്തിയ കെ മുരളീധരൻ പറഞ്ഞത് പാലക്കാട്ട് മത്സരം നടക്കുന്നത് LDF ഉം UDF ഉം തമ്മിലാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇവിടെ ചുമതലയുള്ള കോൺഗ്രസിലെ UDF-ന്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് BJP-യുമായി നേരിട്ട് മത്സരമാണ്. മുരളീധരൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സത്യത്തിൽ ഇവിടെ മത്സരം നടക്കുന്നത് LDF ഉം UDF ഉം തമ്മിലാണോ? മത്സരം നടക്കുന്നത് LDF UDF തമ്മിലാണ്. BJP ആകെ തകർന്ന് തരിപ്പണായിരിക്കുക. പണ്ട് തിരുവനന്തപുരത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് ആകെ ദയനീയ സ്ഥിതി ഉണ്ടായി. അതിന് മുമ്പത്തെ തവണ വലിയ വോട്ട് കിട്ടി. അതിന് സമാനമായിരിക്കും ഇത്തവണ പാലക്കാട്. എന്നാൽ BJP-ക്ക് ഓക്സിജൻ കൊടുക്കുന്ന പണിയാണ് പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത്. BJP ഇതാ അപ്പോഴും മത്സരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ BJP നേതാക്കന്മാർക്ക് പോലും ആത്മവിശ്വാസമില്ല. എന്നാൽ BJP മത്സരരംഗത്തുണ്ട് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അത് BJP വിരുദ്ധ രാഷ്ട്രീയം പയറ്റാൻ കുറേ കാലമായിട്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. തളർന്നു കിടക്കുന്ന BJP-ക്ക് ഓക്സിജൻ കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത്. ഇവിടെ മത്സരം ശ്രീ കെ മുരളീധരനൊക്കെ പറഞ്ഞ പോലെ തന്നെ LDF UDF തമ്മിലാണ്. അതിൽ ഞങ്ങൾ ജയിക്കും. അപ്പോൾ ഇങ്ങനെ മത്സരം നടക്കുമ്പോൾ തകർന്ന് തരിപ്പണമായ BJP-യാണ് പ്രധാന മത്സരരംഗത്ത് എന്ന് പറയുന്നത് BJP-യെ സഹായിക്കലാണ്. BJP-യെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുന്നത്. അപ്പം BJP വിരുദ്ധ വോട്ടുകൾ ഈ തവണ LDF-ന് അനുകൂലമാവുന്നതാണോ? ഒരു സംശയമില്ല. ഈ BJP വിരുദ്ധ വോട്ട് ചെയ്യാനുള്ള മനസ്സുള്ളവർ ആഗ്രഹിക്കുന്നത് എന്താ? നിയമസഭയിൽ കേരളത്തിൽ ലഭിക്കേണ്ട ഫണ്ട് തരാത്തതിനെ ചോദ്യം ചെയ്യണം. മതവർഗീയ രാഷ്ട്രീയ അജണ്ടകളെ നിയമസഭയിൽ ചോദ്യം ചെയ്യണം. ഇത് ആഗ്രഹിക്കുന്നവരാണല്ലോ BJP വിരുദ്ധ മനസ്സുള്ളവർ. അവർ അപ്പുറത്ത് കോൺഗ്രസ് MLA ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഒരു BJP MLA നിയമസഭയിൽ ഇരിക്കുകയാണെങ്കിൽ അതുപോലെയാണ് കോൺഗ്രസ് MLA-മാർ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇപ്പുറത്ത് ഇടതുപക്ഷത്തിന് MLA ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ ജനാധിപത്യ മതേതര വോട്ടുകൾ LDF-ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ BJP തളർന്നു കിടക്കുകയാണ്. മത്സരം UDF-ഉം LDF-ഉമാണെന്ന് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും പറയുന്നു. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളാണ്. അത് LDF നേതൃത്വം ആകെ അത് ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ ഭിന്നസ്വരമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉയർത്തുന്നത്.